രമേശ് ചെന്നിത്തലയും PV അൻവർ പറഞ്ഞ അതേ വാചകമാണ് പറഞ്ഞത്. ഇതൊരു ഭരണകൂട ഭീകരതയാണ്. ഒരു നിയമസഭാ സാമാജികനെ എന്നല്ല, ഒരു സാധാരണക്കാരനെ പോലും അദ്ദേഹം വീട്ടിൽ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒളിച്ചോടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിൽ വീട് വളഞ്ഞ് ഇത്രയും വലിയ ഒരു പോലീസ് സന്നാഹത്തോടുകൂടി വന്ന് അർദ്ധരാത്രിയിൽ നാടകീയമായി അറസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നത്. രാഷ്ട്രീയമായി പക്ഷേ PV അൻവറിന് പിന്തുണ കൊടുക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനം പ്രതിപക്ഷം എടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ വിഷയവും പ്രതിപക്ഷം ഒരു ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ജനകീയ യാത്രയിൽ, ഒരു പ്രതിഷേധ യാത്രയിലായിരുന്നു PV അൻവർ MLA. ആദ്യം ആ ജനകീയ യാത്രയിൽ പങ്കെടുക്കാമെന്ന് ഏറ്റിരുന്നത് DCC പ്രസിഡന്റുമാരാണ്. പ്രവീണിനെ പോലെ, അപ്പച്ചനെ പോലെയുള്ള DCC പ്രസിഡന്റുമാർ അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ വാർത്ത കൊടുത്തതിന് ശേഷം അവരതിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ ആ ജനകീയ യാത്ര ഒരു ഘട്ടം എത്തി നിൽക്കുമ്പോൾ തൻ്റെ ഈ ജനകീയ യാത്രയെ പരാജയപ്പെടുത്താനും കർഷകരും ക്രൈസ്തവ സമൂഹങ്ങളുമായിട്ടുള്ള തൻ്റെ ബന്ധം തിരിച്ചറിഞ്ഞ് ആ നീക്കം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഈ അറസ്റ്റിന് ഉത്തരവിട്ടിരിക്കുന്നത് എന്ന രാഷ്ട്രീയ ആഖ്യാനത്തിലേക്കാണ് PV അൻവർ പോയിരിക്കുന്നത്. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയൻ ഉള്ളതെന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നു അറസ്റ്റിന് തൊട്ട് മുമ്പ്. അപ്പോൾ ആ അർത്ഥത്തിലായിരിക്കും PV അൻവർ അതിനെ പ്രതിരോധിക്കാൻ പോകുന്നത്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം അറസ്റ്റിലായാലും അദ്ദേഹം റിമാൻഡിലായാലും പ്രതിപക്ഷം അത് എങ്ങനെയായിരിക്കും ഏറ്റെടുക്കുക എന്നുള്ള. ഞാൻ മുബഷീറിലേക്ക് കൂടി ഇന്ന് വരാം. മുബഷീർ, അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ ഇനി എന്തൊക്കെയാണ്? കാര്യം ഇന്നിപ്പോൾ ഇപ്പോൾ പുറത്തിറക്കി കഴിഞ്ഞാൽ നിലമ്പൂർ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ റിമാൻഡായിരിക്കും. റിമാൻഡ് നടപടികൾ കഴിഞ്ഞാൽ പിന്നീട് 7-8 ദിവസമായിരിക്കും അത് ജഡ്ജി തീരുമാനിക്കുന്നത് പോലെ. ആ സമയത്തിന് എന്ത് രാഷ്ട്രീയ സാധ്യതകളാണ് ഈ അറസ്റ്റിനെ ചുറ്റിപ്പറ്റി വരാനുണ്ടാവുക? അരുൺകുമാർ, ഇവിടെ നിലനിൽക്കുന്ന ഭരണകൂട ഭീകരത അല്ലെങ്കിൽ പ്രതിപക്ഷം തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട ഭീകരതയിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം PV അൻവറിൻ്റെ അറസ്റ്റിനെ ഉയർത്തിക്കാട്ടുമെന്നുള്ളതാണ്. അത് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണത്തിലൂടെ നമ്മൾ പ്രത്യേകം വായിച്ചെടുക്കുന്നുമുണ്ട്. എന്തായാലും അൻവറിൻ്റെ അറസ്റ്റ് സ്വാഭാവികമായിട്ടും ആഭ്യന്തര വകുപ്പ് കാലങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കെതിരായ ദ്രോഹ നടപടിയുടെ അവസാനത്തെ ഉദാഹരണമെന്നും പ്രതിപക്ഷം പറയുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും രമേശ് ചെന്നിത്തല നേരത്തെ അത് സൂചിപ്പിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ PV അൻവർ ഇവിടെ നിന്നും വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇറങ്ങും. നിലമ്പൂർ കോടതിപ്പടിയിലുള്ള മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലേക്കാകും അദ്ദേഹത്തെ കൊണ്ടുപോകുക. അവിടെ ഹാജരാക്കിയതിനു ശേഷം റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അറസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. അതിനുശേഷം റിമാൻഡിലും പോയി ജയിലിലും കിടന്ന് കോടതിയിൽ സത്യം തെളിയിക്കുമെന്നുള്ളതാണ് നമ്മളോട് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ സത്യം തെളിയിക്കാനും മാത്രമുള്ള പ്രശ്നം മാത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു ജനകീയ വിഷയമായിരുന്നു വന്യമൃഗങ്ങളുടെ. ഇതൊരു കള്ളക്കേസാണ് എന്ന് PV അൻവർ പറയുന്നില്ല. ഇതൊരു ഭരണകൂട ഭീകരതയാണ്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ അദ്ദേഹത്തോടൊപ്പമുള്ള പ്രവർത്തകർ ഈ ഓഫീസിലേക്ക് ഇരിച്ചു കയറുന്നതും അടിച്ചു തകർക്കുന്നതും ഒക്കെ കാണാം. അതുമായി ബന്ധപ്പെട്ട 11 പേർക്കെതിരെയാണ് FIR ഇട്ടിരിക്കുന്നത്. കള്ളക്കേസ് എന്നൊരു ആരോപണം PV അൻവറിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കേസിൽ സ്വാഭാവികമായൊരു പ്രതികരണമുണ്ടായി. അത് മണിയുടെ മരണത്തിൽ പ്രതികരിച്ചതാണ്, വനംവകുപ്പിൻ്റെ നിസ്സംഗതയിൽ പ്രതികരിച്ചതാണ്, ഇൻക്വസ്റ്റ് നടപടികൾ വൈകിയതിൽ പ്രതികരിച്ചതാണ്. ഈ സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഷേധം അവിടെ സ്വാഭാവികമായി കണ്ടു എന്ന നിലപാടിൽ തന്നെയാണോ PV അൻവർ? തീർച്ചയായും അരുൺകുമാർ, നിലമ്പൂരിൻ്റെ ഒരു വിഷയമായിട്ടല്ല അദ്ദേഹം ഈ ഒരു വിഷയത്തെ ഉയർത്തിക്കാട്ടിയത്. അദ്ദേഹം നടത്താൻ തീരുമാനിച്ചിരുന്ന യാത്രയിൽ ഉൾപ്പെടെ ഒരു വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു. വഴിക്കടവ് മുതൽ പല മേഖലകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കാൻ ഉദ്ദേശിച്ചൊരു വിഷയം കൂടിയായിരുന്നു ഈ വന്യമൃഗങ്ങളുടെ ശല്യം, അതുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ എന്നുള്ളത്. അതിനിടയിലാണ്, അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയായിട്ടുള്ള നിലമ്പൂരിൽ ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധത്തിലേക്ക് അദ്ദേഹം കടക്കുന്നു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ കൂട്ടായ്മയായിട്ടുള്ള DMK-യുടെ അനുയായികൾ ആ ഒരു പ്രതിഷേധത്തിൽ അണിചേരുന്നു. ആ ഒരു പ്രതിഷേധം DFO നോർത്ത് ഓഫീസിലേക്ക് എത്തിയതോടെ ഒരു ഘട്ടത്തിൽ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയതോടെ അദ്ദേഹം തന്നെ ആ ഒരു മേഖലയിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കണ്ടത് വലിയ സംഘർഷമായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളൊക്കെ തന്നെ ഈ പ്രതിഷേധത്തിലുണ്ടായിരുന്ന ആളുകൾ തല്ലി തകർക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നേരത്തെ അതുമായി ബന്ധപ്പെട്ട് ചോദിച്ച സമയത്ത് അത് പറയുന്നുണ്ട്. അതൊരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. കാരണം ഇവിടെ നിലനിൽക്കുന്ന പലതരത്തിലുള്ള വിഷയങ്ങളിൽ സർക്കാർ സംവിധാനങ്ങൾ, അധികൃതർ നടപടി സ്വീകരിക്കാത്തതിലുള്ള ഒരു അമർഷമാണ് അവർ പ്രകടിപ്പിച്ചത് എന്നുള്ളതാണ് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ അഷ്കർ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അൻവറിന്റെ വൈദ്യപരിശോധന